രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകിയ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ഉദാരവൽക്കരണ നയങ്ങളിലൂടെ സാമ്പത്തിക രംഗത്തിന് പുതിയ ജീവൻ നൽകിയ ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ധനകാര്യ വിദഗ്ധനായ ഡോക്ടർ മൻമോഹൻ സിംഗിന് വിട പറയുകയാണ് രാജ്യം. ഇന്നലെ രാത്രി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ 9:51 അദ്ദേഹത്തിന്റെ അന്ത്യം. ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് ഇന്ന് പൊതുദർശനം നടക്കും. നാളെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം. VR കാർത്തിക്കാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. കാർത്തിക, ഒരു വലിയ നഷ്ടം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് അതിനെ നേരായ മാർഗത്തിലേക്ക് നടത്തിയ ഒരു സാമ്പത്തിക വിദഗ്ധനെ കൂടിയാണ് നഷ്ടമാകുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്? വിവരങ്ങൾ. അശ്വതി, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരം അർപ്പിക്കുകയാണ് രാജ്യം. ഇന്നലെ രാത്രി 9:51 എയിംസിൽ അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരം അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചിരുന്നു. ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതശരീരം ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന് അവിടെ എത്തി നേതാക്കൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ആദരം അർപ്പിക്കുന്നു. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇന്നലെ ഈ വസതിയിലെത്തി അദ്ദേഹത്തിന് ആദരം അർപ്പിച്ചു. ഇന്ന് ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിലാകും അദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടാവുക. രാവിലെ 11-ന് പ്രത്യേക കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. ഇതിനുശേഷമാകും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുക. നമുക്കറിയാം, മുൻ പ്രധാനമന്ത്രിമാരുടെ സംസ്കാര ചടങ്ങുകളും അതോടൊപ്പം തന്നെ സ്മൃതി കുടീരങ്ങളും അടക്കം പ്രത്യേക തീരുമാനങ്ങൾ എടുത്താണ് നടപ്പാക്കുക. രാജ്ഘട്ട്, ശക്തിസ്ഥൽ പോലുള്ള സ്ഥലങ്ങളിലാണ് മുൻ പ്രധാനമന്ത്രിമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അത്തരത്തിൽ ഒരു സ്ഥലം ഡോക്ടർ മൻമോഹൻ സിംഗിനും തീരുമാനിക്കും. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗമാകും തീരുമാനത്തിൽ എത്തുക. അതിനുശേഷമാവും സംസ്കാര ചടങ്ങുകളുടെ സമയം സംബന്ധിച്ചും സ്ഥലം സംബന്ധിച്ചുമൊക്കെയുള്ള ഒരു അന്തിമ പ്രഖ്യാപനം വരിക. എന്തായാലും ഇന്ന് ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിലാകും അദ്ദേഹത്തിന്റെ മൃതശരീരം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ ഒരു മകൾ അമേരിക്കയിലാണ്. ഈ മകൾ തിരിച്ചെത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങളിലേക്ക് എത്തുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊന്ന്, AICC ആസ്ഥാനത്തും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മൃതശരീരം പൊതുദർശനത്തിനായി വയ്ക്കും. അവിടെ എത്തി ആദരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കും എന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇന്ന് വൈകിട്ടോടുകൂടിയോ നാളെയോ ആകും ഇത്തരത്തിൽ AICC ആസ്ഥാനത്ത് മൻമോഹൻ സിംഗിന്റെ മൃതദേഹം എത്തിക്കുക. അവിടെ പൊതുദർശനം ഉണ്ടാകും എന്ന് നേതാക്കൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചുള്ള കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്തായാലും 11 മണിക്ക് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷമാകും ഇക്കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. അദ്ദേഹത്തിന്റെ അമേരിക്കയിലുള്ള മകൾ എത്തണം. ആ മകൾ എത്തിയ ശേഷമാവും ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ കൂടി താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ അഭിപ്രായങ്ങളും പരിഗണിച്ച ശേഷം ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. എന്തായാലും അശ്വതി, രാജ്യം കണ്ട ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഒരു മുൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. കാരണം ഒരുപക്ഷെ 90കളിൽ ഇന്ത്യ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം. അന്ന് സാമ്പത്തിക രംഗം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതിൽ വലിയ ചോദ്യചിഹ്നം ഉയർന്നിരുന്ന ഒരു കാലഘട്ടം. 91 ജൂൺ 22 അതാണ് മൻമോഹൻ സിംഗിന്റെ ജീവിതത്തിലെ നിർണായകമായ വഴിത്തിരിവായ ഒരു ദിനം എന്ന് പറയണം. രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നു. തുടർന്ന് UPA സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു. നരസിംഹറാവുവിനെ പ്രധാനമന്ത്രിയായി തീരുമാനിക്കുന്നു. അന്ന് സാധാരണ രാഷ്ട്രീയക്കാരിൽ നിന്ന് അപ്പുറത്തേക്ക് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഒരു വിദഗ്ധനായ ഒരു ഭരണാധികാരിയുടെ ആവശ്യം ഉണ്ട് എന്ന അഭിപ്രായം പല കോണുകളിൽ നിന്നും ശക്തമായി ഉയരുന്നു. അതിന് സാധാരണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അപ്പുറത്തേക്ക് ഒരു സാമ്പത്തിക വിദഗ്ധൻ ആ രംഗത്തേക്ക് വരണം എന്ന അഭിപ്രായം ശക്തമായി ഉയരുന്നു. ആ കാലഘട്ടത്തിലാണ് മലയാളിയായ PC അലക്സാണ്ടർ അടക്കമുള്ളവരോട് നരസിംഹറാവു ഇത്തരത്തിൽ ഒരു അഭിപ്രായം ചോദിക്കുന്നത്. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകിയ ഒരു പേരാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അന്ന് UGCയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. അന്ന് UGC ആസ്ഥാനത്തേക്ക് ഒരു കോൾ എത്തുന്നു. ഈ ജൂൺ 22, 1991. ഫോണിന്റെ ഒരു തലയ്ക്കൽ പ്രധാനമന്ത്രിയായി അന്ന് ഉച്ചയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്ന നരസിംഹറാവു ആയിരുന്നു. അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗിനോട് ഫോണിൽ സംസാരിച്ചു. താങ്കൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഉത്തരം നൽകുന്നു. താങ്കൾ വീട്ടിൽ പോയി ഡ്രസ്സ് മാറി വരൂ, രാഷ്ട്രപതി ഭവനിലേക്ക് വരൂ എന്ന് അദ്ദേഹത്തോട് പറയുന്നു. ഒരുപക്ഷെ ഇന്ത്യ സമീപകാല ചരിത്രത്തിൽ ഒരു 40 വർഷത്തെ ചരിത്രത്തിനിടയിൽ കൈക്കൊണ്ട ഏറ്റവും
ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു അന്ന് നരസിംഹറാവുവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ആ 91 ശേഷമുള്ള 5 വർഷക്കാലം ഇന്ത്യയുടെ സാമ്പത്തിക രംഗം ഒരു കുതിപ്പിന്റെ വഴിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. കാരണം RBI ഗവർണർ, യൂണിയൻ ഫിനാൻസ് സെക്രട്ടറി, അങ്ങനെ സാമ്പത്തിക വിദഗ്ധനായി വന്ന് ഇന്ത്യക്ക് പുതിയ ദിശാബോധം നൽകിയ ഒരു വ്യക്തിയായി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ മൻമോഹൻ സിംഗ് മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചത്. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ അടക്കം പല പദവികളും അദ്ദേഹം വഹിച്ചിരുന്നു. പല നിർണായക പദവികൾ വഹിക്കുമ്പോഴും ഒരു മിസ്റ്റർ ക്ലീൻ എന്ന ഇമേജ് അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, സാധാരണ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് അപ്പുറത്തേക്കുള്ള ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. സാധാരണ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന പ്രസംഗമില്ല. പ്രവർത്തകർക്ക് ആവേശം കൊള്ളിക്കുന്ന ഇത്തരത്തിൽ അവരെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള സാധാരണ രാഷ്ട്രീയക്കാർ നടത്തുന്നത് പോലെയുള്ള പ്രസംഗമോ മറ്റ് ശൈലികളോ അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഒരു മിതഭാഷിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം നടപ്പിലാക്കും എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു നേതാവ്. അത്തരത്തിൽ അണികൾക്കിടയിൽ വലിയ സ്വാധീനമില്ലാത്ത ഒരു വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഇരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആ വർഷക്കാലം അത്രയും ഇന്ത്യക്ക് ലിബറൽ നയങ്ങളിലൂടെ പുരോഗതിയിലേക്കുള്ള പാതയിലേക്ക് ഇന്ത്യ നടന്നു തുടങ്ങിയത് ആ വർഷങ്ങളിലാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയനാക്കുന്നത് മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ. 1957 കേംബ്രിഡ്ജ് സർവകലാശാലയിലെ സെന്റ് ജോൺസ് കോളേജിൽ നിന്നുമാണ് എക്കണോമിക്സ് ട്രിപ്പോസ് നേടിയതിനു ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. പഞ്ചാബ് സർവകലാശാലയിൽ പിന്നീട് അധ്യാപകനായി ജോലിക്ക് ചേർന്നു. 1969-71 കാലത്ത് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹം പ്രൊഫസറായി പ്രവർത്തിച്ചു. ഇത്തരത്തിൽ കൈവച്ച മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കാരണം ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിന് അന്ന് ഈ 91 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന ഇന്ത്യയുടെ ധനമന്ത്രിയായി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസകരമാകുമായിരുന്നു. പക്ഷേ അവിടെയാണ് മൻമോഹൻ സിംഗ് വ്യത്യസ്തനായത്. അദ്ദേഹത്തിൻ്റെ അനുഭവ പാഠവും വിദേശത്ത് നിന്ന് പഠിച്ചതടക്കമുള്ള അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ അദ്ദേഹത്തിനുള്ള സമ്പത്ത് ഇതെല്ലാം വിനിയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ പുതിയ ദിശാബോധത്തിലേക്ക് അദ്ദേഹം നടത്തി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ പോലെ തന്നെ അതീവ രഹസ്യമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാധ്യമങ്ങൾക്ക് അധികം അഭിമുഖം നൽകിയിട്ടില്ല. മാധ്യമങ്ങളോട് എന്നും അകലം പാലിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം. ഏറ്റവും വളരെ അപൂർവമായി മാത്രമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. 2006 ഒരു അമേരിക്കൻ ടോപ്പ് ഷോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചാർലി റോസ് മൻമോഹൻ സിംഗിനോട് ചോദിച്ചു, അങ്ങ് പ്രധാനമന്ത്രി പദത്തിലെത്തിയിരിക്കുന്നു എന്ത് തോന്നുന്നു എന്ന്. അതിന് ഒറ്റ വരിയിൽ മറുപടി പറഞ്ഞ ഒരു അന്നത്തെ പ്രധാനമന്ത്രിയാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്നും ഓർക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി, വിശാലമായ കസേരയിൽ ഇരുത്തിയ ഒരു ചെറിയ മനുഷ്യനാണ് ഞാൻ. ഇത്രയും സിമ്പിളായി ഒരു ഉത്തരം, എന്നാൽ വിശാലമായ അർത്ഥങ്ങളോട് കൂടിയ ഒരു ഉത്തരം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. അത്തരത്തിൽ വളരെ മിതഭാഷിയായ ഒരു രാഷ്ട്രീയക്കാരൻ സമീപകാല ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായി ഇന്ത്യയുടെ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും. ഞാൻ കാർത്തിക്കിലേക്ക് വരാം.